കഴിഞ്ഞ 1-2 ദിവസങ്ങളായി വളരെ ശക്തമായ നിലക്ക് സൈബർ ആക്രമണം നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. മറ്റൊന്നിനുമല്ല, സമസ്തയുടെ ഉലമാക്കൾ പറഞ്ഞത് ഏറ്റുപറഞ്ഞു എന്നതിൻ്റെ പേരിൽ, സമസ്തയുടെ ആശയാദർശങ്ങൾ ആരെയും കൂസാതെ ഉറക്കെ പറഞ്ഞു എന്നതിൻ്റെ പേരിൽ പലതരത്തിലുള്ള ആക്ഷേപങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. മാനന്തവാടിയും കരുളായിയും തോറ്റെടുത്ത് അവരെ കൊണ്ട് ഈ പ്രസ്ഥാനം പൊളിക്കാൻ കഴിയില്ല എന്ന് വെച്ചപ്പോൾ തമിഴ്നാട്ടിൽ നിന്ന് ഇറക്കുമതി ചെയ്ത ഒരാളെ കൊണ്ടാണ് ഇപ്പോൾ പണി. ഖദ്ഫ് വരെ പറയുന്ന ആരോപണങ്ങൾ ഉന്നയിക്കുന്നതൊക്കെ കാണാൻ കഴിയും. അടിസ്ഥാനരഹിതമായ ആക്ഷേപങ്ങളൊക്കെ ഉന്നയിക്കുന്നവർ ആരാണെന്ന് പരിശോധിച്ച് നോക്കിയാൽ സമസ്ത താൽക്കാലികമായി മാറ്റി നിർത്തിയ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൻ്റെ പ്രൊഡക്റ്റുകളാണെന്ന് പറയുമ്പോഴാണ്, അത് വ്യക്തമായി മനസ്സിലാക്കുമ്പോഴാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ദീർഘവീക്ഷണം എത്രത്തോളമാണ് എന്ന് ഒരിക്കൽ കൂടെ നമുക്ക് ബോധ്യപ്പെടാം. കഴിഞ്ഞ എൻ്റെ വീഡിയോയുടെ താഴെയുള്ള പോസ്റ്റുകളൊക്കെ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇതിൽ നിന്ന് ഒരു സംഗതി വ്യക്തമാണ്: ആശയത്തെ ആശയം കൊണ്ട് എതിർത്ത് തോൽപ്പിക്കാൻ ത്രാണിയുള്ള നട്ടലുള്ള ഒരുത്തൻ പോലും കൂട്ടത്തിലില്ല എന്ന് സമൂഹത്തെ ബോധ്യപ്പെടുത്തുകയാണ്. അതുകൊണ്ട് പണ്ട് കെ.എം. ഷാജി സാഹിബ് പറഞ്ഞിരുന്നു, ഷജറകളുടെ തെറി, മുട്ടൻ തെറി സഹിക്കാൻ കഴിയില്ല എന്നൊക്കെ പറഞ്ഞിരുന്നു. അതൊന്നും തെറിയല്ല ഷാജി സാഹിബെ. ഷജറകൾ തെറി പറഞ്ഞോ ഇല്ല എന്നുള്ളത് അറിയില്ല. ഏതാണെങ്കിലും അതൊന്നും തെറിയല്ല. തെറി എന്താണെന്നറിയണമെങ്കിൽ നമ്മുടെ കുട്ടികൾ കിടന്ന് മെഴുകുന്നത് കാണാൻ, നമ്മൾ വളർത്തിയുണ്ടാക്കിയ സംസ്കാരത്തിൻ്റെ കളിത്തൊട്ടിൽ നിന്ന് വളർന്നു വന്ന കുട്ടികളുടെ വിളയാട്ടം കാണണമെങ്കിൽ നിങ്ങളിങ്ങ് പോര്. ഇതിൻ്റെ ചുവടെയൊക്കെ നമുക്ക് കുറേ കാണാൻ കഴിയും. ആശയത്തെ ആശയം കൊണ്ട് എതിർക്കാൻ കഴിയാതെ വന്നപ്പോൾ ദുരാരോപണങ്ങളും അടിസ്ഥാനമില്ലാത്ത വിഷയങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് വായ മൂടിക്കെട്ടാമെന്നാണ് വിചാരിക്കുന്നതെങ്കിൽ പ്രിയപ്പെട്ടവരെ, യുരീദൂന ലിയുത്ഫിഉ നൂറല്ലാഹി ബിഅഫ്വാഹിഹിം വല്ലാഹു മുത്തിമ്മു നൂരിഹി. സമസ്ത എന്ന് പറയുന്ന മഹാപ്രസ്ഥാനത്തിൻ്റെ വെളിച്ചം നിങ്ങളുടെയൊക്കെ നാക്കുകൊണ്ട് തെറികൊണ്ട് നിങ്ങൾ ഊതിക്കെടുത്താമെന്നാണ് വിചാരിക്കുന്നതെങ്കിൽ അത് കേവലം നിങ്ങളുടെ വ്യർത്ഥമായ മോഹം മാത്രമാണ്. വല്ലാഹു മുത്തിമ്മു നൂരിഹി. അള്ളാഹു പ്രകാശത്തെ പൂർത്തിയാക്കും. മൂവർ സംഘങ്ങളെ കൊണ്ടല്ല, 4 സംഘങ്ങളെ കൊണ്ടല്ല. ഒരു മൂവർ സംഘം പോയാൽ, ഒരു 4 സംഘം പോയാൽ അള്ളാഹു തആല അതിനേക്കാൾ സുശക്തമായ സംഘങ്ങളെ കൊണ്ട് ഈ ദീനിനെ ലാ യസാലു ത്വാഇഫത്തും മിൻ ഉമ്മത്തി ളാഹിരീന അലൽ ഹഖ്, ആ ഹക്ക് പറയാൻ പ്രകടമായി തന്നെ പ്രത്യക്ഷത്തിൽ നിന്നുകൊണ്ട് മുഖത്തോട് മുഖം നോക്കി, ആണുങ്ങളെപ്പോലെ കണ്ണിൽ കണ്ണോട് നോക്കി, കാതോട് കാതോരം അതിൻ്റെ വാഗ്വാദങ്ങളും ഖണ്ഡന മണ്ഡനങ്ങളുമൊക്കെ നിരത്തി തെളിവ് സഹിതം അള്ളാഹുവിൻ്റെ ദീന് സമർത്ഥിക്കാൻ ക്ഷേമുഷിയുള്ള വാഹകരെ അള്ളാഹു തആല നിയോഗിക്കും. ഇത് അള്ളാഹുവിൻ്റെ ദീനാണ്. ഈ ദിക്റിനെ നാം ആണ് ഇറക്കിയതെങ്കിൽ നാം തന്നെ അതിനെ സംരക്ഷിക്കുകയും ചെയ്യുമെന്ന് അള്ളാഹു പറഞ്ഞിട്ടില്ലേ? ആ ദിക്ർ നിലനിർത്താൻ അള്ളാഹു നിമിത്തമാക്കിയ പ്രസ്ഥാനമാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ. അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നത്, പ്രവർത്തിക്കുന്നത്, പ്രയത്നിക്കുന്നത് ഈഹലോകം കണ്ടിട്ടല്ല, ഭൗതിക ലാഭേച്ഛകൾ കണ്ടിട്ടല്ല. നാളെ ആഖിറത്തിൽ അള്ളാഹുവിൻ്റെ സഹായമുണ്ടാകും. ഈ മൺമറഞ്ഞു പോയ മഹത്തുക്കളായ ഉലമാക്കളുടെ തിരുനോട്ടമുണ്ടാകുമെന്ന പ്രതീക്ഷ കൊണ്ടാണ്. ഏതാണെങ്കിലും ചില സുഹൃത്തുക്കളൊക്കെ, നമ്മുടെ അഭ്യുദയകാംക്ഷികളൊക്കെ പറഞ്ഞു ഈ ആക്ഷേപങ്ങൾക്കും ഈ ആരോപണങ്ങൾക്കുമൊക്കെ മറുപടി പറയണമെന്ന്. അവരോട് പറയാനുള്ള മറുപടി ബഹുമാനപ്പെട്ട ഇമാം ഷാഫി തങ്ങൾ പറഞ്ഞ മറുപടിയാണ്. ഖുൽ ബിമാ ശിഅ്ത ഫീ മസ്ബത്തി ഇർളി. എൻ്റെ അഭിമാനം പിച്ചി ചീന്താനും അതിന് ക്ഷതമേൽപ്പിക്കാനും നീ പണിയെടുക്കുന്നുണ്ടോ? അവരോടൊക്കെ പറയാനുള്ളത് ഖുൽ ബിമാ ശിഅ്ത, തോന്നിയതൊക്കെ പറഞ്ഞോളൂ. നിങ്ങൾക്ക് ആശയത്തെ ആശയം കൊണ്ട് എതിർത്ത് തോൽപ്പിക്കാൻ, പ്രതിരോധിക്കാൻ സാധിക്കാത്തത് കൊണ്ടല്ലേ? ഖുൽ ബിമാ ശിഅ്ത. നിങ്ങൾ അങ്ങനെ അഭിമാനത്തിന് ക്ഷതമേൽപ്പിക്കുന്ന ഏതുതരം വർത്തമാനങ്ങൾ പറഞ്ഞാലും ഒരു വിഷയമേ അല്ല. ഫസുകൂതി അനിൽ ലഈമി ജവാബ്. എൻ്റെ മൗനമാണ് നിനക്കുള്ള മറുപടി. മാ അന ആദിമുൽ ജവാബി വലാകിൻ. മറുപടി ഇല്ലാത്തത് കൊണ്ടല്ല, പക്ഷേ മാ മിനൽ ഉസ്ദി അൻ തുജീബൽ കിലാബ്. പട്ടികൾക്ക് മറുപടി പറയുക എന്നത് സിംഹങ്ങളുടെ പാരമ്പര്യത്തിൽപ്പെട്ടതല്ല എന്നതുകൊണ്ട് പ്രിയപ്പെട്ട സമന്വയക്കാരാ, നിങ്ങൾക്കുള്ള മറുപടി ഇമാം ഷാഫി തങ്ങളുടെ ഈ 2 വരി കവിതയിൽ ഒതുക്കി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പ്രിയപ്പെട്ട സമസ്തയുടെ പ്രവർത്തകരുടെ ശ്രദ്ധ ക്ഷണിക്കുകയാണ്. ഇവരൊന്നും മൂവർ സംഘത്തെയോ 4 സംഘത്തെയോ അല്ല ലക്ഷീകരിക്കുന്നത്. ഇവരൊന്നും കേവലം ഒരു അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവിനെയോ മുസ്തഫ മാസ്റ്റർ മുണ്ടുപാറയെയോ സത്താർ പന്തല്ലൂരിനെയോ ഒന്നുമല്ല ഇവർ ലക്ഷീകരിക്കുന്നത്. ഇവർക്ക് കൃത്യമായ അജണ്ടയുണ്ട്, ആസൂത്രണമുണ്ട്, അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ നടത്താനുള്ള സ്രോതസ്സുകളുണ്ട്, മാർഗങ്ങളുണ്ട്. അത് എവിടമെന്ന് തുടങ്ങി എന്ന് ചോദിച്ചാൽ 2022 ഫെബ്രുവരി മാസം 12-ാം തീയതി അതിൻ്റെ ആദ്യത്തെ ചുവടുവെപ്പ് അവർ നടത്തിയിട്ടുണ്ട്.
ഈ തെളിവ് CIC-യുമായി ബന്ധപ്പെട്ട കത്തിടപാടുകളിൽ നിങ്ങൾ നോക്കണം. CIC-യുടെ അഡ്വൈസറി ബോർഡിൽ അംഗമായിരുന്ന, അതിൽ പ്രഥമ സ്ഥാനം കൽപ്പിക്കപ്പെട്ടിരുന്നയാൾ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പ്രസിഡന്റ് സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങളായിരുന്നു. അവിടെ ഭരണഘടന ഭേദഗതി വരുത്തി സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ എന്ന സമസ്തയുടെ പ്രസിഡന്റിനെ വെട്ടിമാറ്റിയിട്ട് പകരം എഴുതി ചേർത്തത് CIC-യുടെ സെനറ്റ് നിർദ്ദേശിക്കുന്ന സമസ്തയുടെ കേന്ദ്ര മുഷാവറ അംഗങ്ങളിൽ നിന്ന് ഒരാൾ എന്ന തലത്തിലേക്ക് അതിനെ പൊളിച്ചെഴുതി. ഇത് പറയുന്നത് തെറ്റ്, ഇത് സമൂഹമധ്യേ വിളിച്ചു പറയുന്നത് തെറ്റ്. ഈ പ്രവൃത്തികളൊന്നും തെറ്റല്ല, ഇതൊക്കെ സൽപ്രവർത്തനം. ഇങ്ങനെ ഒരു അപരാധം നടന്നിട്ടുണ്ട് എന്ന് സമുദായത്തോട്, സമൂഹത്തോട് വിളിച്ചു പറയുന്നതാണോ തെറ്റ്? ഈ വെട്ട് തുടക്കമായിരുന്നു CIC-യെ കൊണ്ട് ചെയ്യിപ്പിച്ചതെങ്കിൽ പിന്നീട് അതിന്റെ തുടർച്ച നമ്മൾ കേട്ടു. സമസ്തയുടെ ഡ്രൈവർമാർ ശരിയല്ല എന്ന് പറഞ്ഞു വീണ്ടും സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങളിലേക്കാണ് അതിന്റെ മുന പോയത്. ഇവിടെ കൃത്യമായ അജണ്ടയുണ്ട് ശത്രുവിന്. CIC-ക്കാരെല്ലാവരും ഇതിന്റെ ശത്രുക്കളാണ് എന്നല്ല പറയുന്നത്. ശത്രു CIC-യെ മാധ്യമമാക്കുന്നുവെങ്കിൽ പൊതുശത്രുവിനെ തിരിച്ചറിയുന്നിടത്ത് ഇനിയും പരാജയപ്പെട്ടു പോയാൽ അവരുടെ ലക്ഷ്യങ്ങൾ ഓരോന്നോരോന്നായി അവർ നേടിയെടുക്കുക തന്നെ ചെയ്യും. സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങളെ സഖാവാക്കി ചിലരൊക്കെ ചിത്രീകരിച്ചു. തങ്ങൾക്ക് മീൻ വാങ്ങിക്കൊടുക്കുന്നത് മന്ത്രി അബ്ദുറഹ്മാനാണ് എന്ന് പറഞ്ഞ് അവിടുന്ന് അങ്ങോട്ടും അതിന്റെ മുമ്പോട്ടും ചികഞ്ഞാൽ തങ്ങളെ സഖാവാക്കുന്നതിൽ പലരും മത്സരിച്ച് നമുക്ക് കാണാൻ കഴിയും. കൃത്യമായ അജണ്ടയോടുകൂടെയാണ് സയ്യിദുൽ ഉലമയാണ് ലക്ഷ്യം വെക്കുന്നത്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയെ അതുവഴി അസ്ഥിരപ്പെടുത്താനാണ്. AP വിഭാഗത്തോട് ചായ്വുള്ള നേതാവെന്ന് പറഞ്ഞ് വീണ്ടും അവർ ലക്ഷ്യം വെച്ചത് സയ്യിദുൽ ഉലമ മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങളെയാണ്. ഇത് പറയുന്നതാണോ തെറ്റ്? ഒരു വലിയ സദസ്സിന്റെ മുൻപിൽ സീറ്റിന് താഴെ ഇരിക്കുന്ന ഒരു മനുഷ്യന്റെ തല വെട്ടിമാറ്റി അവിടെ ജിഫ്രി മുത്തുക്കോയ തങ്ങളുടെ തല വെച്ചുകൊണ്ട് ആക്ഷേപഹാസ്യങ്ങൾ നിർമ്മിച്ചെടുക്കാൻ പിന്നണിയിൽ പ്രവർത്തിച്ചവർ, അവർക്ക് അജണ്ടയുണ്ട്. അവർ അങ്ങനെ ഒരു പരിഹാസ കഥാപാത്രമാക്കി ജിഫ്രി മുത്തുക്കോയ തങ്ങളെ സമൂഹമധ്യേ അവതരിപ്പിച്ച് എയർലിന് കോട്ടം തട്ടിക്കാനും രാജിവെച്ചു പോകുന്നിടത്തേക്ക് കാര്യങ്ങൾ എത്തിക്കാനുമുള്ള പണി ആസൂത്രിതമായി നടന്നു. ഇത് സമൂഹത്തോട് വിളിച്ചു പറഞ്ഞതാണോ തെറ്റ്? സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ സ്ഥാപനമല്ലേ ദാറുൽ ഹുദ യൂണിവേഴ്സിറ്റി? ആ ദാറുൽ ഹുദക്ക് ഭരണഘടന എഴുതി കൊടുത്തതാര? അതിന്റെ ശില്പികളിൽ പ്രധാനികളായ ബഹുമാനപ്പെട്ട CH ഉസ്താദ്, ബഹുമാനപ്പെട്ട ബാപ്പുട്ടി ഹാജി, അള്ളാഹുവിൻ്റെയൊക്കെ ദറജ ഉയർത്തി കൊടുക്കട്ടെ. ആ മഹത്തുക്കൾ, ആ സ്ഥാപനത്തിന്റെ പ്രസിഡന്റ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ കേന്ദ്ര മുഷാവറ അംഗമായിരിക്കണമെന്ന് ദീർഘവീക്ഷണത്തോടുകൂടെ എഴുതി വെച്ചത് പിൽക്കാലത്ത് ആരുമറിയാതെ രഹസ്യമായി തിരുത്തിവെച്ച് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ മുഷാവറ അംഗമോ അല്ലെങ്കിൽ സുന്നി മഹല്ല് ഫെഡറേഷന്റെ ജില്ലാ പ്രവർത്തക സമിതിയിലെ ഒരു പ്രമുഖ സയ്യിദോ എന്ന് ചെരുപ്പിനനുസരിച്ച് കാലുമുറിച്ചത് ലക്ഷ്യം സയ്യിദുൽ ഉലമ മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങളായിരുന്നു. നിഷേധിക്കാൻ കഴിയുമോ? ആശയത്തെ ആശയം കൊണ്ട് എതിർക്കാൻ അസഭ്യവർഷങ്ങൾ ചൊരിഞ്ഞുകൊണ്ടും ആക്ഷേപഹാസ്യങ്ങൾ കൊണ്ടും വായ മൂടിക്കെട്ടാമെന്ന് വിചാരിക്കേണ്ട. അള്ളാഹു തൗഫീക്ക് നൽകുന്ന കാലത്തോളം ഇതെല്ലാം ഇനിയും ഉറക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കും. ഇത് സമൂഹത്തെ ബോധ്യപ്പെടുത്തണ്ടേ? ഈ ചെയ്യുന്ന തെമ്മാടിത്തരങ്ങളെല്ലാം വിളിച്ചു പറയുന്നത് തെറ്റ്. അണിയറയിലൂടെ ഇതൊക്കെ വളരെ ആസൂത്രിതമായി, വളരെ രഹസ്യമായി ഇതൊക്കെ പൊളിച്ചെഴുതി തകർക്കാൻ ഇതിന് അണിയറയിൽ പണിയെടുക്കുന്നവർക്ക് ഗുഡ് സർട്ടിഫിക്കറ്റ്. അവരൊക്കെ സമൂഹത്തിൽ വലിയ സമുദ്ധാരണ പ്രവർത്തനങ്ങൾ നടത്തുന്നവർ, നവോത്ഥാന നായകന്മാർ. ഈ കള്ളത്തരങ്ങൾ വിളിച്ചു പറയൽ തെറ്റാണെന്നാണോ നിങ്ങൾ പറയുന്നത്? എന്നിട്ട് നിങ്ങളുടെ പരിഹാസങ്ങളും ആക്ഷേപഹാസ്യങ്ങളും കേട്ട് വായ മൂടിക്കെട്ടി വീട്ടിലിരിക്കുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? പട്ടിക്കാട് ജാമിഅ നൂരിയ അറബിക് കോളേജിന്റെ ഭരണഘടനയെ കാറ്റിൽ പറത്തിക്കൊണ്ടല്ലേ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ കേന്ദ്ര മുഷാവറ അംഗം കൂടിയായ അസ്ഹർ അലി ഫൈസി ഉസ്താദ് അവറുകളെ ആ സ്ഥാപനത്തിലെ ലെക്ചറർ കൂടിയായിരുന്നില്ലേ ഉസ്താദിനെ പുറത്താക്കിയത്? എന്താണ് അദ്ദേഹത്തിന്റെ തെറ്റ്? അദ്ദേഹം ദീന് പറഞ്ഞു എന്നതാണ്, അദ്ദേഹം മതം പറഞ്ഞു എന്നതാണ്, മതവിധി പറഞ്ഞു എന്നതാണ്. നിഷ്കരുണം അദ്ദേഹത്തെ വെട്ടിമാറ്റിയത് പറയലാണോ തെറ്റ്? അതല്ല, ആ പ്രവർത്തനമാണോ തെറ്റ്? ഇത് ചൂണ്ടിക്കാട്ടാതെ മിണ്ടാതെ അടിമവേല ചെയ്ത് രാഷ്ട്രീയ തിമിരം ബാധിച്ച് മിണ്ടാതിരിക്കുമെന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത്? അങ്ങനെ ജിഫ്രി മുത്തുക്കോയ തങ്ങളെ ലക്ഷ്യം വെച്ച് തങ്ങളെ വെട്ടിമാറ്റി അതുവഴി സമസ്തയെ തന്നെ ഹൈജാക്ക് ചെയ്യാമെന്ന് ആരെങ്കിലും കരുതിയിട്ടുണ്ടെങ്കിൽ അത് മൂവർ സംഘം പ്രതിരോധിക്കുമെന്നോ 4 സംഘം പ്രതിരോധിക്കുമെന്നോ എന്നൊന്നും അഹങ്കാരമോ അതിലൊന്നും ദുരഭിമാനമോ കൊള്ളുന്നില്ല. മറിച്ച് ഇത് അള്ളാഹുവിൻ്റെ വിക്റാണ്. ഒരാളല്ലെങ്കിൽ മറ്റൊരാൾ ഈ ദീനിനെ സംരക്ഷിക്കാനും കാര്യങ്ങൾ ധീരോദാത്തമായി പറയാനും മുൻപിലേക്ക് വരും. അഫ്ളലുൽ ജിഹാദ് ഏതാണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞില്ലേ, കലിമത്തു ആദിലിൻ ഇൻദ സുൽത്താനിൻ ജായിർ. ഏത് പരാക്രമിയായ ഭരണാധികാരിയുടെ മുഖത്തു നോക്കിയും നൈതികതയുടെ വർത്തമാനം പറയുന്ന
അഫ്ദലുൽ ജിഹാദ്, ശ്രേഷ്ഠ ജിഹാദ് അത് നടന്നുകൊണ്ടേയിരിക്കും. ഞാൻ അവസാനിപ്പിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ ദിവസം തളിപ്പറമ്പിൽ വെച്ച് അസ്ഹരി സനദ് ദാന സമ്മേളനത്തിൽ വെച്ച് ബഹുമാനപ്പെട്ട സയ്യിദുൽ ഉലമ ഒരു പ്രഭാഷണം നിർവഹിക്കുകയുണ്ടായി. അതിൽ ആട്ടിൻകുട്ടി വളർത്തിയ ചെന്നായയുടെ കഥ പറയുന്നുണ്ട് ബഹുമാനപ്പെട്ടവർ. ചെന്നായയുടെ സ്വഭാവം അറിയാതെ ആരാരുമില്ലാത്ത ഒരു ചെന്നായക്കുട്ടിക്ക് അഭയം നൽകി, അതിന് ഭക്ഷണം നൽകി, എല്ലാ സംരക്ഷണവും നൽകി വളർത്തിയെടുത്തു. വളർന്നു വലുതായപ്പോൾ ചെന്നായ അതിൻ്റെ സ്വഭാവം കാട്ടി. തനിക്ക് താങ്ങും തണലുമേകിയ ആ ആടിനെ തന്നെ കടിച്ചു കീറുന്ന അവസ്ഥ വന്നു. നിങ്ങൾ അങ്ങനെയാകരുത് എന്ന് സനദ് സ്വീകരിച്ചിറങ്ങുന്ന അസ്ഹരിമാരോട് ബഹുമാനപ്പെട്ട സയ്യിദുൽ ഉലമ നടത്തിയ പ്രഭാഷണം ഒരു അസ്ഹരി സുഹൃത്ത് ഇന്നെന്നോട് പങ്കുവച്ചു. ഇത് തന്നെയാണ് പ്രിയപ്പെട്ടവരെ, എൻ്റെ ശ്രോതാക്കളെ, നിങ്ങളോടും പറയാനുള്ളത്. നമ്മളാരും സമസ്തക്ക് പാരപണിയുന്നവരാകരുത്. സമസ്തയുടെ മുഷാവറ എടുക്കുന്ന തീരുമാനത്തെ ധിക്കരിക്കുകയും അതിനെ പുറംകാലുകൊണ്ട് തട്ടിമാറ്റുകയും എന്നിട്ട് നമ്മളാണ് സമസ്തക്കാരെന്ന് പറയുകയും ഒക്കെ ചെയ്യുന്ന ആ വാചാടോപങ്ങളുണ്ടല്ലോ, അവർക്കെതിരെ സന്ധിയില്ലാ സമരം നടത്തേണ്ട സമയവും ജാഗ്രത പുലർത്തേണ്ട നേരവുമാണ്. പലതരത്തിലുള്ള ആരോപണങ്ങളും ആക്ഷേപങ്ങളും പരിഹാസങ്ങളുമായി അവർ രംഗം കീഴടക്കും. തളരാതെ പതറാതെ പിടിച്ചു നിൽക്കാൻ അള്ളാഹുവിൻ്റെ സഹായം ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഒരു ക്ലീശേ വാക്കാണ് എങ്കിലും പറയട്ടെ, തളർത്താൻ സാധിച്ചേക്കും, പക്ഷേ തകർക്കാൻ കഴിയില്ല പ്രിയപ്പെട്ടവരെ. കാരണം ഇത് നിയന്ത്രിക്കുന്നത് വരക്കൽ മുല്ലക്കോയത്തങ്ങളെന്ന് പറയുന്ന മഹാമനീഷിയും ബഹുമാനപ്പെട്ട കണ്ണിയത്തൂരും ബഹുമാനപ്പെട്ട ശൈഖുന ശംസുൽ ഉലമയുമാണ്. അവരാണ് നമ്മുടെ കരുത്തും കാതലും. അതുള്ളിടത്തോളം കാലം ഏത് ആക്ഷേപങ്ങളും ഏതു പരിഹാസങ്ങളും നമ്മെ സ്പർശിക്കുക പോലുമില്ല എന്ന് വളരെ സന്തോഷത്തോടെ ആത്മാഭിമാനത്തോടെ ആർജവത്തോടുകൂടെ പറയാൻ ആഗ്രഹിക്കുകയാണ്. അള്ളാഹു സൽപ്രവർത്തനങ്ങളിൽ സമസ്തക്കൊപ്പം നിന്ന് സഹകരിക്കാനുള്ള തൗഫീഖ് നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.